പ്രഗ്നൻസിയിലെ ഡയബറ്റീസ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രഗ്നൻസിയിൽ സാധാരണ രീതിയിൽ ഡയബറ്റീസ് വരുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ 24 ആഴ്ച മുതൽ 28 ആഴ്ചക്കിടയ്ക്കാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് GTT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. 75 ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും അതിൽ ഫാസ്റ്റിങ്ങിൻ്റെ ലെവൽ 90 കൂടുതലും പിന്നെ ഗ്ലൂക്കോസ് കഴിച്ചുള്ള ടെസ്റ്റ് 140 കൂടുതലാണെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്താൽ ആദ്യമേ നമ്മൾ അവരോട് ഒന്ന് ഡയബറ്റിക് ഡയറ്റ് പറഞ്ഞു കൊടുക്കും. പേഷ്യൻസിന് ഡയബറ്റിക് ഡയറ്റ് പറഞ്ഞു കൊടുത്തിട്ട് ഒരു 2 ആഴ്ച ഒന്ന് ഡയബറ്റിക് ഡയറ്റ് ഫോളോ ചെയ്തിട്ട്, അതായത് കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കുറയ്ക്കാനും പറയും, പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാനും പറയും. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഷുഗർ റിപ്പീറ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ആണെന്ന് നോക്കും. അതായത് ഫാസ്റ്റിംഗ് 90-ലും ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ 120 താഴെയുമാണ് നോർമലായിട്ട് വേണ്ടത്. ഇനി ഇതിൽ കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ചെറിയ ഡോസ് ഇൻസുലിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഷുഗറിനുള്ള ടാബ്ലറ്റ്സ് നമ്മൾ സാധാരണ രീതിയിൽ പ്രഗ്നൻസിയിൽ കൊടുക്കാറില്ല. കൺട്രോൾ കിട്ടുന്നതിന് ഇൻസുലിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഹ്യൂമൻ മിസ്റ്റാർഡ് എന്ന് പറഞ്ഞ ഇൻസുലിനാണ് സാധാരണ കൊടുക്കുന്നത്. രാവിലെയും വൈകിട്ടുമായിട്ട് നമ്മൾ കൊടുത്തിട്ട് ഷുഗറിൻ്റെ കൺട്രോൾ നോക്കും. ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ട് പോവുകയാണെങ്കിലുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഷുഗർ അൺകൺട്രോൾഡ് ആകുകയാണെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. മാക്രോസോമിയ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകാം. വെള്ളക്കൂടുതൽ വന്നിട്ട് പ്രസവം നേരത്തെ ആകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് കുട്ടിയുടെ മിടിപ്പ് കുറയാനും നിൽക്കുന്നതിനുമുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏത് പേഷ്യൻറ്റും ഷുഗർ ഉള്ള പേഷ്യൻ്റ് ഇൻസുലിനാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അമ്മയോട് കുട്ടിയുടെ അനക്കം നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറയും. പിന്നെ 38 ആഴ്ച ആകുമ്പോൾ നമ്മൾ പ്രസവിപ്പിക്കാനുള്ള തീരുമാനം എടുക്കേണ്ടിയും വന്നേക്കും.